കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്ത്രീയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. പ്രതികൾ MDMA ഉപയോഗിച്ചു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരശേഖരണത്തിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യൽ. നേരത്തെ നമുക്കറിയാം, നമ്മളെ വല്ലാതെ ഞെട്ടിപ്പിച്ച ഒരു അപകടമായിരുന്നു. കാർ കയറ്റി ഒരു സ്ത്രീയെ കൊല്ലുന്ന അപകടം. അതിൽപ്പെട്ട ഒരു ഡോക്ടർ കൂടി ഇതിൽ പ്രതിയാണ്. വിനേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷ്, ഈ MDMA ഉപയോഗിച്ചു എന്ന കണ്ടെത്തൽ വളരെ ഗൗരവതരമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്ന കാര്യത്തിൽ കാര്യങ്ങൾ ചോദ്യം ചെയ്ത് മനസ്സിലാക്കേണ്ടി വരും. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളിലേക്ക് കൂടി ഈ കുടുംബമൊക്കെ ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ടല്ലോ, ഈ ഡോക്ടറെ പെടുത്തിയതാണ് എന്നതടക്കം. ആ തലത്തിലേക്കുമൊക്കെ അന്വേഷണം വ്യാപിക്കുന്നുണ്ടോ? തീർച്ചയായും രഞ്ജിത്ത്, ഈ കൊലപാതകം നടത്തുന്നതിന് മുമ്പ് പ്രതികൾ MDMA ഉപയോഗിച്ചിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അപകടത്തിന്റെ തലേ ദിവസം, അതായത് ഉത്രാട ദിവസം, അജ്മലും ശ്രീകുട്ടിയും ഒരുമിച്ച് താമസിച്ച കരുനാഗപ്പള്ളിയിൽ ഒരു ഹോട്ടലുണ്ട്. ഈ ഹോട്ടൽ മുറിയിൽ നിന്ന് മദ്യക്കുപ്പികളും അതുപോലെ തന്നെ ഈ രാസലഹരി ഉപയോഗിക്കുന്ന ട്യൂബും കണ്ടെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം പ്രതികളെ അവിടെ എത്തിച്ച് തെളിവെടുപ്പും നടത്തി. അപ്പോൾ ഇവരുടെ പ്രാഥമികമായ മൊഴികളിൽ വൈരുദ്ധ്യം ഉള്ളതായിട്ടായിരുന്നു പോലീസ് ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നത്. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടത്തുന്നത്. ഒറ്റയ്ക്കും അതുപോലെ തന്നെ ഇരുവരെയും ഒരുമിച്ചിരിക്കുകയുമാണ് പോലീസ് ചോദ്യം ചെയ്യുക. പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ കടക്കുന്നത്. അതിനാൽ അടുത്ത ഒരു 2 ദിവസം ചോദ്യം ചെയ്യൽ തുടരുന്ന ഒരു സാഹചര്യമാകും ഉണ്ടാവുക. കഴിഞ്ഞ ദിവസമാണ് ഇരുവരുടെയും കസ്റ്റഡിക്കുള്ള അനുമതി ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതി നൽകിയത്. തുടർന്ന് അജ്മലും ശ്രീകുട്ടിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. പ്രദേശത്ത് കനത്ത സുരക്ഷയെ തുടർന്ന് വാഹനത്തിൽ നിന്ന് ഇറക്കാതെയാണ് ഈ തെളിവെടുപ്പ് നടത്തിയത്. ഞായറാഴ്ച ദിവസം, അതായത് 22-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഇരുവരുടെയും കസ്റ്റഡി കാലാവധി കഴിയുകയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്യണം. അതാണ് സാഹചര്യം. വിനേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.